കോഴിക്കോട് ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന വയോധികൻ മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ ഒരു വഴിത്തിരിവ്. കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞു. ഇരിട്ടി വെള്ളിമാനം സ്വദേശി മോഹനാണ് കൊല്ലപ്പെട്ടത്. രാഹുൽ കെ വിവരങ്ങൾ നൽകി. രാഹുൽ, ഇങ്ങനൊരു കൊലപാതകം നടത്തിയെന്നൊക്കെയുള്ള വെളിപ്പെടുത്തി ഇത് മൊത്തത്തിലൊരു സിനിമാറ്റിക് സംഭവമാണ്. ആകപ്പാട് ദുരൂഹതകൾ. ഇതെന്താണ് സംഭവം എന്ന് എല്ലാവർക്കും വളരെ ഒരു ആശയക്കുഴപ്പമുണ്ടായതാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പോലീസിൻ്റെ ഒരു രേഖാചിത്രം വരയ്ക്കലൊക്കെ അതിലൂടെയാണല്ലോ ഈ ആളിലേക്ക് എത്തുന്നത്. ഇത് എങ്ങനെ വെളിപ്പെട്ട് വന്നു? ദിവിഷ്, പോലീസിനെ സംബന്ധിച്ച്, തിരുവമ്പാടി പോലീസിനെ സംബന്ധിച്ച് ഇത്രയേറെ തലകുകയ്ക്കേണ്ടി വന്ന മറ്റൊരു കേസ് ഉണ്ടാകില്ല, അന്വേഷണം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ വർഷം 2025 വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി 39 വർഷം മുൻപ് താനൊരു കൊലപാതകം നടത്തിയെന്ന് തുറന്നു പറയുന്നത്. അത് കൂടരഞ്ഞിയിൽ വെച്ച് തോട്ടിലേക്ക് വീഴ്ത്തി ചവിട്ടിക്കൊന്നെന്നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നത്. അവിടെ നിന്നില്ല. അതിനുശേഷം 3 വർഷത്തിന് ശേഷം കോഴിക്കോട് നഗരത്തിൽപ്പെടുന്ന വെള്ളയിൽ ബീച്ചിൻ്റെ സമീപത്ത് വെച്ച് മറ്റൊരാളെ കൊലപ്പെടുത്തിയെന്നുകൂടിയാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നത്. അവിടെ നിന്ന് നേരെ വിവരം തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോലീസ് പിന്നീട് അന്നത്തെ ഈ 39 വർഷം മുൻപുള്ള കാര്യങ്ങൾ പൊടിതട്ടിയെടുത്തുള്ള അന്വേഷണത്തിലേക്കാണ് കടന്നത്. പക്ഷേ ആരാണ് മരിച്ചതെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് എത്രയേറെ പ്രയാസമായിരുന്നത്. അന്നൊരു FIR ഉണ്ടായിരുന്നു. 116/1986 എന്ന നമ്പറിൽ തിരുവമ്പാടി സ്റ്റേഷനിൽ FIR ഉണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിന് അന്നെടുത്തൊരു കേസാണ്. പക്ഷേ അതിലും ആരാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എഴുതിയിരുന്നത്. അതുകൊണ്ട് പിന്നീട് ഇത്തരത്തിൽ ഒരു കൊലപാതകമാണെന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് മരിച്ചതെന്ന് അല്ലെങ്കിൽ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിയുക എന്നത് തന്നെയാണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. പിന്നീട് പോലീസ് പല രീതികളാണ് തേടുന്നത്. അന്ന് ഇവിടെ തിരുവമ്പാടിയിൽ കൂടരഞ്ഞിയിൽ ദേവസ്യ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് വേണ്ടിയാണ് ഈ മുഹമ്മദ് അലി നിന്നിരുന്നത്. അവിടെ തന്നെ പണിക്ക് വന്നിരുന്ന മറ്റൊരാളെ കൊലപ്പെടുത്തിയെന്നുകൂടിയാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നത്. പിന്നീട് ദേവസ്യയെ കണ്ട് പോലീസ് അന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു എന്ന് മാത്രമേ ദേവസ്യയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്നത്തെ, അതായത് 39 വർഷം മുമ്പുള്ള കാര്യമാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കണ്ടെത്തുവാനുള്ള അന്വേഷണമാണ് ആഴ്ചകളോളം നടത്തിയിരുന്നത്. ഒടുവിൽ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. പക്ഷേ അതിലും ഈ കൊലപാതകം എന്ന രീതിയിൽ ആയിരുന്നില്ല. വെള്ളത്തിൽ മുങ്ങിയ ഒരാൾ മരിച്ചതിൽ കണ്ടെത്തിയെന്ന് മാത്രമാണ്. ഒപ്പം ദേവസ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കിട്ടിയത് ഇരിട്ടി സ്വദേശിയായ ഒരാളാണ് ഇവിടെ ഈ പണിക്ക് വേണ്ടി വന്നതെന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ മുഹമ്മദ് അലിയോട് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു രേഖാചിത്രം തയ്യാറാക്കി. മുഹമ്മദ് അലിയുടെ ഈ ഓർമ്മശക്തിയെ അത്ര കണ്ട് അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. ഇങ്ങനെ കൊലപാതകം ചെയ്തൊക്കെ ഒക്കെയാണ് പോലും. കാരണം അയാൾ പറഞ്ഞതിനനുസരിച്ച് ഒരു വിദഗ്ധന്റെ സഹായത്തോടു കൂടി പോലീസ് രേഖാചിത്രം തയ്യാറാക്കുകയും ചെയ്തു. നേരെ ഇരിട്ടിയിലേക്കാണ്. ദേവസ്യ പറഞ്ഞതും ഈ രേഖാചിത്രത്തിനെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും ഒക്കെ ഒരു ആകെ ക്രോഡീകരിച്ച രൂപം കൊണ്ട് പോലീസ് ഇരിട്ടിയിലേക്ക് പോയി. ഇതേസമയം തന്നെ പാലക്കാട് സ്വദേശിയാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പാലക്കാടേക്കും ഒരു സംഘം പോയിരുന്നു. പിന്നീട് പാലക്കാട് സ്വദേശിയല്ല മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. ഇരിട്ടിയിലേക്ക് പോയ സമയത്താണ് കൃത്യമായി ഈ കേസിന് സഹായകരമാകുന്ന രീതിയിലുള്ള ഈ വിവരം ലഭ്യമായത്. ഇരിട്ടി വെള്ളിമാനം സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത് തന്നെ ലൈംഗികമായി ഒരു തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയാണ് കൊലപ്പെടുത്തിയത്. ഈ തോട്ടിൻകരയിൽ വെച്ച് തന്നെ ലൈംഗികമായി അന്ന് കൊല്ലപ്പെട്ട മോഹനൻ ഉപദ്രവിച്ചു. അതിനുശേഷം അതിൻ്റെ പക എന്ന വണ്ണമാണ് തോട്ടിലേക്ക് വീഴ്ത്തി ചവിട്ടി കൊലപ്പെടുത്തിയെന്നതാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഏതായാലും ഈ ഒരു ആളെ തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി പോലീസിന് ഉടനെ തന്നെ കോടതിയിൽ കുറ്റപത്രം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം നമ്മൾ ഈ വെള്ളയിൽ 1989 നടന്ന ആ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞു. മുഹമ്മദ് അലി അന്ന് അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തി. അന്ന് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാത്ത കാലഘട്ടമാണ്. നടക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നാണ്. പക്ഷേ ആ ഒരു അന്വേഷണത്തിൽ പോലീസിന് ഒരു തരി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒപ്പം അന്നത്തെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പോലീസിന് തട്ടിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വെള്ളയിലുമായി ബന്ധപ്പെട്ട ആ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കൂടരഞ്ഞിയിൽ കൃത്യമായി ആരാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തി കുറ്റപത്രം ഉടനെ തന്നെ സമർപ്പിക്കുകയാണ് തിരുവമ്പാടി പോലീസ് ചെയ്യുക. ഡിവിഷൻ. ശരി, എന്തായാലും ഒരു സിനിമ പോലെ തോന്നുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ഒരു കൊലപാതകം, 2 കൊലപാതകത്തെക്കുറിച്ച് പോലീസിനോട് വന്ന് കുറ്റസമ്മതം നടത്തുന്നു. പോലീസ് തലപുകഞ്ഞ് ആലോചിച്ചിട്ടും അത് എങ്ങനെ സംഭവിച്ചു, ആരാണ് കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്താൻ കഴിയാതെ പോവുക. പിന്നീട് രേഖാചിത്രം വരച്ച് ഒരാളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ഇനി അടുത്ത ആൾ ആരാണ് കൊല്ലപ്പെട്ടതെന്നും പോലീസിന് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു തരി തെളിവ് പോലും കിട്ടിയിട്ടില്ല. അതിനുള്ള അന്വേഷണത്തിലാണ്. സിനിമയും വെല്ലുന്ന ചില സംഭവങ്ങൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നുവെന്നാണ്.